കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ മാരാരിക്കുളത്തുള്ള ചെട്ടിക്കടപ്പുറത്താണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കടല് ഭയങ്കര കൂടുതലും തിര അതിശക്തമായിട്ട് കരയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്ന കാഴ്ചയാണ്. ശരിക്കും ഇത് കണ്ടപ്പോ എനിക്ക് പേടി വന്നു. അതൊന്നും വകവയ്ക്കാതെ ഒരു ചേട്ടൻ വീശാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓരോ തിരയും പകഞ്ഞു മാറ്റി മാറ്റിയാണ് നമ്മുടെ ചേട്ടന്റെ പോക്ക്. ചേട്ടൻ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ്. കടലിലെ മക്കൾക്ക് എന്ത് തീര എന്ത് കടലല്ലേ. അവര് കടലിൽ കിടന്ന് ഉറങ്ങുന്നവരാണ്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ തീര വകഞ്ഞു മാറ്റി നമ്മുടെ ചേട്ടൻ അടിപൊളിയായിട്ട് വല വിരിഞ്ഞ് വീശിയേക്കുവാണ്. ആ വലയിൽ മൊത്തം മീൻ കാണുമെന്നാണ് പ്രതീക്ഷ കേട്ടോ. നമ്മുടെ ചേട്ടനെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി കുറെ പേര് കരയിൽ നിന്നിട്ട് ആർപ്പുവിളികളും ആരവവും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇത് കാണേണ്ട കാഴ്ചയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല വീശി മീനും പിടിക്കാം, കടൽ കാണേണ്ടവർക്ക് കടലും കാണാം. ഇവിടെ പുലിമുട്ടൊക്കെ ഉണ്ട്. കൂടാതെ നല്ല ഫ്രഷ് മീൻ നമുക്ക് കുറച്ച് പൈസക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതാ കാണുന്ന പുലിമുട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടി മൊത്തം ചൂണ്ടക്കാരാണ്. എല്ലാവർക്കും നിറയെ മീനും നാരഞ്ച മീനും ഞണ്ടും കിട്ടുന്ന കാഴ്ചയാണ്. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ചൂണ്ടയിടാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണ്ട് പോകാം കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ജോലി. നേരത്തെ വീശിയപ്പോ കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ. നേരത്തെയൊക്കെ കുറച്ച് മീനേ ഉള്ളു. അപ്പം വീണ്ടും വീണ്ടും വീശുമ്പം മീൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വീശിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും ഉറപ്പായിട്ട് ആ വല നിറയെ മീനായിരിക്കും കേട്ടോ. അങ്ങനെ അതിസാഹസികമായിട്ട് വലയുമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഈ വലയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പലയിടത്തുള്ള വല വല പൊക്കിയാണ്ട് തിരിക്കണ. എന്തായാലും നാരഞ്ചമീനും ഞണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ആദ്യം 1-2 പേര് മാത്രമായിരുന്നു ഇവിടെ ഇന്ന് വീശിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്ന് വീശുന്നവർക്കൊക്കെ മീൻ കിട്ടുന്ന കണ്ടപ്പോ ബാക്കിയുള്ളവരും കൂടെ വീട്ടിൽ പോയിട്ട് വലയും ബക്കറ്റുമായിട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ ഇരിക്കുന്നത്. നോക്കി കണ്ട, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം വലക്കാരെ കൊണ്ട് നിറയും. ഒരു സൈഡിൽ മൊത്തം ചൂണ്ടക്കാരും. ഇതാ പുലിമുട്ട് കണ്ട, അവിടെ മൊത്തം നിരന്നിക്കുന്നുണ്ട്, നിറയെ ചൂണ്ടക്കാരാണ്. എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. നാരഞ്ചമ്മീൻ വരെ ചൂണ്ടയിട്ട് പിടിക്കുന്ന കാണാം, ഞണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് വലക്കാര് വന്ന് വീശുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നാരനാണോ വെട്ടൻ ചെമ്പ്? അവന് കിട്ടിയണ്ട മീൻ കണ്ട എടുത്തേടി അത്. ചെറിയതേ മീൻ, അതായത് പുറത്തല്ല. അടിപൊളി അടിപൊളി അടിപൊളി. കണ്ട വിടക്കണണ്ട. നമ്മള് നേരത്തെ നമ്മൾ അടിച്ചിട്ട് കിട്ടിയില്ല, ഇപ്പൊ അടിച്ചപ്പോ കിട്ടിയണ്ട. ആറിനല്ല, വേറെ മീനുണ്ട് കേട്ടാ. ആ മീനെടുത്തിട്ട് വീടെടുത്തോടാ.
ആദ്യം ഞങ്ങൾ വന്നപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ നിന്ന് വീശുന്നതാണ് കണ്ടത്. പിന്നെ അത് അങ്ങോട്ട് മീൻ കിട്ടാൻ തുടങ്ങിയപ്പോ ഒരുപാട് വീശുകാര് വലയായിട്ട് എവിടുന്ന് വന്നെന്ന് പോലും നമുക്കറിയത്തില്ല. പിന്നെ നിരന്ന് നിന്നിട്ട് ഒരു വീശലായിരുന്നു കേട്ടാ. എല്ലാവരും വല നിറയെ മീനാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടാ. ഇത് കണ്ടിട്ട് മീൻ കൂട്ടാനല്ലേ, ഇതൊക്കെ കാണാൻ തന്നെ നമുക്കൊരു ആവേശമല്ലേ, കൊതിച്ചു പോകുന്നേ. കണ്ടോളൂ. ഓടിക്കൊണ്ടുപോ മക്കളെ, 2 വല നിറച്ച് ചുവന്നാണ് കയറ്റുന്നത്. ചുവന്ന് ആ അടിപൊളിയാക്ക. അടിപൊളി 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 അടിപൊളി. പിന്നീട് അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവേശകരമായ വീശലങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. എല്ലാവരുടെ വല നിറയെ മീനുകളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വല നിറയെ മീൻ ചാകരയാണെന്ന് വേണേ പറയാം. ബക്കറ്റ് നിറയെ മീനുമായിട്ടാണ് എല്ലാവരും വീട്ടിൽ പോയത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.